അപ്പം നമുക്ക് പ്ലം കേക്ക് പെട്ടെന്ന് തയ്യാറാക്കാം, വീട്ടിൽ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ചെയ്യണത്. അപ്പം നമുക്ക് ഓവൻ വേണ്ട, അതുപോലെ ബീറ്റർ വേണ്ട, ഒന്നും വേണ്ട. നമ്മുടെ മിക്സിയുടെ ജാറ് മതി. നമുക്ക് നല്ല സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ക്രിസ്മസിന് പ്ലം കേക്ക് തയ്യാറാക്കാം. പ്ലം കേക്ക് തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് കയ്യിലുള്ള നട്ട്സൊക്കെ എടുക്കാം. ഇതിപ്പോൾ ഞാൻ ടൂട്ടി ഫ്രൂട്ടി കാക്കപ്പ് എടുത്തിട്ടുണ്ട്, ഉണക്കമുന്തിരി ഒരു അരക്കപ്പോളം എടുത്തിട്ടുണ്ട്, ഈത്തപ്പഴം ചെറുതാക്കി നുറുക്കിയത്, അണ്ടിപ്പരിപ്പ് ചെറുതാക്കി നുറുക്കിയത്. ഇതെല്ലാം കൂടി നമുക്ക് ആദ്യം തന്നെ പഞ്ചസാര പാനിയിൽ നമുക്കൊന്ന് സിറപ്പാക്കി കാരമലൈസ് ചെയ്ത് നമുക്കിത് മുക്കി വയ്ക്കാം. പഞ്ചസാര പാനി തയ്യാറാക്കാൻ വേണ്ടി ഞാൻ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുക്കാം. ആദ്യം നമ്മൾ പഞ്ചസാര കാരമലൈസ് ചെയ്യാം. അപ്പം ഇപ്പുറത്തെ അടുപ്പിൽ നമ്മൾ 1/2 കപ്പ് വെള്ളം ചൂടാക്കാനായിട്ട് വെക്കണം. അപ്പം ചൂടുള്ള വെള്ളം വേണം നമ്മൾ ഇതിലേക്ക് ചേർക്കാനായിട്ട്. ഇതൊന്ന് കാരമലൈസ് ചെയ്യാം. അപ്പം ഇതിൽ മുക്കി വെച്ച് കഴിഞ്ഞാൽ മുന്നേ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്ക് പ്ലം കേക്ക് തയ്യാറാക്കാം. മുന്നേ തന്നെ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് നേരത്തെ തന്നെ തയ്യാറാക്കി വെക്കൊന്നും വേണ്ട. ഇതുപോലെ തന്നെ ചെയ്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് പ്ലം കേക്ക് തയ്യാറാക്കാം. പഞ്ചസാര കാരമലൈസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്തിരി കുറച്ചും കൂടി ഒന്ന് കളർ മാറുമ്പോൾ ചൂടുള്ള വെള്ളം നമുക്ക് ചേർക്കാം. 1/2 കപ്പാണ് നമ്മൾ വെള്ളം എടുത്തുള്ളത്. ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്ക് നമ്മൾ ചൂടുള്ള വെള്ളം ചേർക്കാം. തീ ചുരുക്കിയിട്ട് നമുക്ക് വെള്ളം ചേർക്കാം. പൊട്ടിത്തെറിക്കും. കുറച്ചീശായിട്ട് ഇളക്കി ചേർക്കാം. വെള്ളമായിട്ട് ഒന്ന് യോജിച്ച് വരുമ്പോൾ നമ്മൾ മാറ്റി വെച്ച ഉണക്കമുന്തിരി, കുരുയില്ലാത്ത കറുത്ത മുന്തിരിന് നമ്മുടെ പ്ലം കേക്കിന് ഏറ്റവും ബെസ്റ്റ്, അതാണ് ഞാൻ എടുത്തുള്ളത്. പിന്നെ ടൂട്ടി ഫ്രൂട്ടി, ഈത്തപ്പഴം ചെറുതാക്കി നുറുക്കിയത്, ഇതും കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് ഒരു 6 മിനിറ്റോളം ഒന്ന് തിളച്ച് ഒന്ന് യോജിച്ച് വരണം. ഒരു 5 മിനിറ്റോളം ഇതൊന്ന് നിൽക്കണം കേട്ടോ, അങ്ങനെ ഇളക്കിയിട്ട്. അപ്പോഴതൊന്ന് സോക്കാവുള്ളൂ. നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ചെയ്യണതല്ലേ. ഇതാണ് നമ്മുടെ പ്ലം കേക്കിലത്തെ ഡ്രൈ ഫ്രൂട്ട്സ്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർക്കാം. ഇതൊക്കെയാണ് ഞാൻ ചേർത്തുള്ളത്. പിന്നെ കാഷ്യൂനട്ട് നമ്മൾ പിന്നെ ചേർക്കുന്നുണ്ട്, ബദാം പരിപ്പ്. ഇതിങ്ങനെ കാരമലൈസ് ചെയ്ത് ഇങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഒന്ന് വലിച്ചെടുത്ത് നല്ല ടേസ്റ്റ് ആവും കേക്കിൻ്റെ ഉള്ളിൽ കടിക്കാൻ കിട്ടുമ്പോൾ. ഉണക്കമുന്തിരി ഇഷ്ടമുള്ളവർക്ക് കുറച്ചും കൂടിയും ചേർക്കാം. ഞാൻ എടുത്തിട്ടുണ്ട്, 1/2 കപ്പോളം എടുത്തിട്ടുണ്ട്. കുരുയില്ലാത്തത് നോക്കി എടുക്കണം, അല്ലെങ്കിൽ കേക്ക് കടിക്കുമ്പോൾ കുരുള്ളത് കിട്ടും. കുരുയില്ലാത്ത കറുത്ത മുന്തിരി എടുക്കാം. ഇത് നമുക്കിനി ഇറക്കി വയ്ക്കാം. ഇതൊന്ന് ചൂടാറട്ടെ. അപ്പോഴേക്കും നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ സെറ്റ് ചെയ്യാം. 1 കപ്പ് മൈദപ്പൊടി, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഉപ്പ് ആവശ്യത്തിന്. മൈദപ്പൊടി നമ്മൾ 1 സ്പൂൺ എടുത്ത് നമ്മൾ കാഷ്യൂനട്ടിൽ ഇങ്ങനെ ഒന്ന് ഇളക്കി വയ്ക്കുക. അത് കേക്ക് ഉണ്ടാക്കുമ്പോൾ താന്ന് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഇങ്ങനെ മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മൾ എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും ഒരു 3 പ്രാവശ്യം അരിച്ചെടുക്കണം. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ആവുള്ളൂ. 3 പ്രാവശ്യം നമ്മൾ അരിച്ച് മാറ്റി വയ്ക്കാം. നമുക്ക് ഒരു മിക്സിയുടെ ജാറെടുത്ത് നമുക്ക് 1/2 കപ്പ് പഞ്ചസാര എടുക്കാം. ഒരു ചെറിയ കഷ്ണം പട്ട, ഏലക്കായ 1 പൊളിച്ചിട്ടുണ്ട്, ഗ്രാമ്പൂ ഒരു 5-6 എണ്ണം, എല്ലാതും കൂടി നല്ലോണം ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. അപ്പം നമ്മൾ ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 2 മുട്ട ചേർക്കാം. നല്ലോണം ഒന്ന് മിക്സിയിൽ അടിച്ചു കൊണ്ടുവരാം. മുട്ട അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 കപ്പ് ഓയിൽ ചേർക്കാം. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ വേണം. ഞാൻ ഇപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. 1/2 കപ്പ് ഓയിൽ ചേർക്കാം. നല്ലോണം ഒന്ന് അരച്ചു കൊണ്ടുവരാം. അപ്പം നമ്മൾ 1/2 കപ്പ് ഓയിൽ ചേർത്ത് നല്ലോണം മിക്സിയിൽ അരച്ചു വന്നിട്ടുണ്ട്. ഇനി 1/2 സ്പൂണോളം വാനില എസൻസ് ചേർക്കാം. ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് അടിച്ചു കൊണ്ടുവരാം. ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പം നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചീശയായിട്ട് ചേർക്കാം. മൈദയും ബേക്കിംഗ് സോഡയും പിന്നെ ബേക്കിംഗ് പൗഡറും കൂടി കുറച്ചീശയായിട്ട് ചേർത്ത് ഇങ്ങനെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം.
അപ്പോൾ നമുക്ക് ബീറ്ററോ ഓവനൊന്നും ആവശ്യമില്ല. നമുക്ക് ഇതുപോലെ വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ക്രിസ്മസിന് പ്ലം കേക്ക് തയ്യാറാക്കാം. ഒറ്റ ട്രിപ്പിന് ഇടരുത്, പല ട്രിപ്പായിട്ട് നമ്മൾ ഇടണം. ഇട്ടാൽ തന്നെ അപ്പം തന്നെ അങ്ങനെ യോജിപ്പിക്കണം, കട്ട കുത്താണ്ട് എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ യോജിപ്പിക്കണം. നല്ലോണം എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും തമ്മിൽ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കാം. നമ്മൾ എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇതിലേക്ക് നമ്മളൊരു ഇളം ചൂടുള്ള പാല് 1/4 കപ്പും കൂടി ചേർക്കാം. ഇളം ചൂടുള്ള പാല് നമുക്ക് 1/4 കപ്പ് ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ച് ചേർക്കാം. കേക്ക് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇത് നല്ലോണം മിക്സ് ചെയ്യാം. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ചേർക്കാട്ടെ സമയത്ത്. നേരത്തെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിൽ ചേർക്കാം. പ്ലം കേക്കിൽ എത്ര ഡ്രൈ ഫ്രൂട്ട്സ് ചേർന്നാലും നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്കിങ്ങനെ ഇളക്കി യോജിപ്പിക്കാം. അതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച കാഷ്നട്ട് ചേർക്കാം. മൈദയിൽ കുറച്ച് യോജിപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അധികം താന്നു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. കൂടി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ബേക്ക് ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇതുപോലെ കുക്കറിൽ ഇതിൽ വേണമെങ്കിൽ വെച്ച് ബേക്ക് ചെയ്യാം. ഇങ്ങനെ ഒരു റിബൺ ടൈപ്പ് വേണം നമ്മുടെ കേക്കിൻ്റെ ഒരു സ്ട്രക്ചർ. അപ്പം നമ്മൾ ഓയിലൊന്ന് ഒരേ ഷേപ്പിൽ വട്ടത്തിൽ എടുത്ത് തടവി കൊടുക്കും. നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം എടുത്തുള്ളത്. പിന്നെ ഇതുപോലെ തന്നെ സൈഡിലും വെക്കണം. പ്ലം കേക്ക് ആകുമ്പോൾ ഇതുപോലെ വെക്കണം. കേക്കിൻ്റെ പാത്രം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ ബാറ്റർ പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇനി നമ്മളൊരു ടൂത്ത് പിക്ക് വെച്ച് ഇതുപോലെ ഒന്ന് എയർ ബബിളൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ആക്കണം. അതിന് ശേഷം നമുക്ക് ചെറിയ തീയിൽ ഒരു 10 മിനിറ്റ് വയ്ക്കാം. ചെറിയ തീയിൽ നമുക്ക് ഒരു 10 മിനിറ്റ് വയ്ക്കാം. അതിന് ശേഷം നമുക്ക് അണ്ടിപ്പരിപ്പ് അതിൻ്റെ മുകളിൽ ഇടാം. 10 മിനിറ്റ് ആയതിന് ശേഷം നമുക്ക് അണ്ടിപ്പരിപ്പും ബദാം പരിപ്പ് തോട് കളഞ്ഞത് നമുക്ക് അതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാം. താന്നു പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 30 മിനിറ്റോളം വെയിറ്റ് ചെയ്യാം. അപ്പം ഇത് നമ്മുടെ കേക്ക് തുറന്ന് നോക്കാം. ഇനി നമുക്കിത് വെന്തുണ്ടോ എന്ന് നോക്കാനായിട്ടൊരു ടൂത്ത് പിക്ക് എടുത്ത് നമുക്കിതുപോലെ കുത്തി നോക്കാം. അത് പറ്റി പിടിച്ചാൽ വേവില്ല. ഇതിപ്പോൾ വെന്തുണ്ട്. എവിടെ കുത്തിയാലും ഇത് നല്ല ക്ലിയർ ആയിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒന്ന് ചൂടാറിയിട്ട് എടുക്കാം. അപ്പം നമ്മുടെ പ്ലം കേക്ക് തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കാം. അപ്പം നമ്മൾ ഉണ്ടാക്കിയ ബേക്ക് ചെയ്ത കേക്കാണ് നമ്മളിന്ന് കട്ട് ചെയ്യുന്നത്. നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്നു. അപ്പം എല്ലാ ഫ്രണ്ട്സും കേക്ക് കട്ട് ചെയ്യണ്. നേരത്തെ കട്ട് ചെയ്ത് സ്മിത, അത് ഷീബ ചേച്ചി, ഇത് നമ്മുടെ ബിന്ദു, അപ്പം എല്ലാവരും കൂടി ഞങ്ങൾ ഇതൊന്ന് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാന്ന് വെച്ചത്. ഇത് ഗീതാലക്ഷ്മി, ഇത് മല്ലിക ചേച്ചി, ഇത് ജ്യോതി ടീച്ചർ, ഷെല്ലി വക്കീല്. അപ്പം ഞങ്ങളിങ്ങനെ എല്ലാവരും ഒരുമിച്ച് ഗെറ്റ് ടുഗദറായിട്ട് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്തതാണ്. വട്ടയപ്പം ഉണ്ടാക്കിയത്, പിന്നെ കേക്ക്, എഗ് ലോലിപോപ്പ്. വട്ടയപ്പവും എഗ് ലോലിപോപ്പും കേക്കും കൂട്ടി ഞങ്ങൾ ക്രിസ്മസ് അടിപൊളിയായിട്ട് ആഘോഷിക്കുന്നു. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.